ദൈവം പറയുന്നത് ഒരു പോഷനെ പോലെ അനുസരിക്കുന്നവന് അത് വലിയ വിജയത്തിലേക്ക് നയിക്കും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാനൊക്കെ കർത്താവ് നമുക്ക് അവസരം നൽകി തന്നിരിക്കും. നമ്മുടെ ദൈവത്തിന് മക്കളാണ്. ദൈവം നമ്മളോട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറയും. അത് നമ്മൾ അനുസരിച്ചാലുണ്ടല്ലോ, നമ്മളെപ്പോലും ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, മറുപടികൾ നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 21-ാം വാക്യമാണ്. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാൻ യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ഓക്കെ, യഹോശഫാത്ത് എന്ന് പറയുന്ന അനുഗ്രഹീതനായ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു രാജാവിൻ്റെ ലൈഫിൽ നടന്ന ഒരു പ്രത്യേകമായ സംഭവ വികാസവും ആ വിഷയത്തിനകത്ത് ദൈവം നൽകുന്ന മറുപടിയുമാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. 3 കൂട്ടർ ഒരേ സമയം യഹോശഫാത്തിനെ ആക്രമിക്കാൻ കടന്നു വരിക. മോവാബ്യർ, അമ്മോന്യർ, മെയൂന്യർ. ഈ 3 കൂട്ടർ കടന്നു വരുമ്പോൾ സംയമനം നഷ്ടപ്പെടുത്തി കളയാതെ, ആമേൻ, ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി കളയാതെ യഹോശഫാത്ത് ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നപ്പോൾ യഹോശഫാത്ത് ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായത്, ദൈവമുഖത്തേക്ക് നോക്കാൻ തയ്യാറായത്? യഹോശഫാത്തിന് നല്ലവണ്ണം അറിയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവൻ അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചിട്ടില്ല എന്നുള്ള ഒരു ചരിത്രം അവൻ്റെ മുമ്പിലുള്ളതുകൊണ്ട് ഈ വലിയ പ്രതിസന്ധി വന്നപ്പോൾ യഹോശഫാത്ത് ദൈവസന്നിധി താണിരിക്കാനും ദൈവത്തിൻ്റെ ശബ്ദം ആരായാനും അവൻ തയ്യാറായി. ഫലമോ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവിക ഇടപെടൽ അതിനകത്തുണ്ടാകുകയാണ്. ഒരു രാജാവിനെ കൊണ്ടും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു ആത്മീക പോരാട്ടം യഹോശഫാത്തിനെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. നോക്കിയേ, ദൈവം അവിടെ പറയുക, ഈ വലിയ സമൂഹത്തോട് നീ എതിർക്കുമെന്നും വേണ്ട, യുദ്ധം ദൈവത്തിൻ്റെതാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നൊക്കെയുള്ള ആശ്വാസത്തിൻ്റെയും അവരെ ചാർജ് ചെയ്യുന്ന, ബലപ്പെടുത്തുന്ന വാക്കുകൾ ദൈവം പറഞ്ഞിട്ട് പറയുകയാണ്. സൈന്യത്തിന് മുമ്പിൽ നടന്ന് ദൈവത്തെ വാഴ്ത്തുക. എന്ത് സംഭവിക്കും? ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന സ്വീകരിപ്പാൻ, ആ ആരാധന കൈക്കൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും എന്നാണ് യഹോശഫാത്തിനോട് ദൈവം പറയുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ജീസസ്, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ വലിയ പ്രതിസന്ധിക്കകത്ത് ആരെന്നെ സഹായിക്കും, ആരെനിക്കിതിനകത്തൊരു മാർഗദർശനം നൽകിത്തരും, ഞാൻ എങ്ങനെ ഇതിനകത്തുനിന്ന് കരകയറും എന്ന് ചോദിക്കുന്ന ആ വിഷയമുണ്ടല്ലോ. ആമേൻ. സൊല്യൂഷൻ കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ പറയുന്നു. ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക. ആത്മാർത്ഥതയോടെ ഇൻറ്റിമസിക്കകത്തുനിന്ന് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് വരെ കാണാത്തൊരു റിസൾട്ട്, അനുഗ്രഹം കർത്താവ് തരാൻ പോവുക. യഹോശഫാത്ത് അത് ചെയ്ത് അടുത്ത വാക്യം നോക്കിയേ. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാടിന് നേരെ പതിയിരിപ്പുകാരെ വരുത്തി, അങ്ങനെ അവർ തോറ്റുപോയി. അവിടെ പറയുന്നൊരു പദം കണ്ടോ? പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. ആ ദൈവപൈതലേ, നീ ആരാധിച്ച് തുടങ്ങ്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങ്. ഒരു വലിയ വിജയത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. നീ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും ദൈവപൈതലേ? ഒരു തീ വലയം, ഓ ഹല്ലേലൂയ, ഒരു ദൈവികമായ തീയുടെ വലയം നിനക്ക് ചുറ്റും ഉണ്ടായിരിക്കും. ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നിന്നെ തകർക്കാനായിട്ടായിരിക്കും അങ്ങോട്ട് കടന്നു വരുന്നത്. പക്ഷേ ആ തീയുടെ മുമ്പിൽ അവർ നിഷ്പ്രഭരായി മാറാൻ ഇടയായിത്തീരും. ഒരു ദൈവിക കരുതൽ ആ വിഷയത്തിനകത്ത് വെളിപ്പെടുക മാത്രമല്ല, ആ വലിയ ദൈവിക പദ്ധതി കഴിയുമ്പോൾ വലിയൊരു നന്മ നിന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ നന്മ കവർന്നു കൊണ്ടുപോകാനാണ് വന്നത്.
പക്ഷേ സ്വർഗം വിട്ടുകൊടുത്തില്ല. കാരണം നിൻ്റെ നന്മയുടെ ഉറവിടം സ്വർഗത്തിലെ ദൈവമാണ്. പറഞ്ഞേ, എൻ്റെ നന്മയുടെ ഉറവിടം സ്വർഗത്തിലെ ദൈവമാണ്. യോബ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റണം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. നോക്കിയേ, ആമേൻ. ആ നന്മകളെ കൊണ്ടുപോകാൻ വന്നവരുടെ മുഴുവൻ നന്മകളും കൊള്ളയടിക്കത്തക്ക വിധത്തിൽ യഹോശാഫാത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കരം അനുകൂലമായെങ്കിൽ ഈ വചനം പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായി അരുളി ചെയ്യുന്നു. ഒരു റിസൾട്ട് നീ കാണാൻ പോകുന്നു. നിൻ്റെ നന്മകളെ കൊള്ളയിടുന്ന ബ്ലേഡ് വലിച്ചക്കാരെ നോക്കി, നിൻ്റെ നന്മകളെ കവർന്നു കൊണ്ടുപോകുന്ന ആമേൻ കടക്കാരെ നോക്കി ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് പോവാം. ഈ ദിവസം കൊണ്ടൊരു ഫൈനാൻഷ്യൽ ഡെലിവറൻസ് നീ കാണും കേട്ടോ. ഒരു സാമ്പത്തിക നന്മ നീ കാണും. എങ്ങനെയാ? ദൈവം പറയുന്നത് അനുസരിക്കുന്നതിലൂടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, വളരെ വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും ആഴമായിട്ടും അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത്. അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വരുമെന്നും ആത്മസംയമനെ കൈവിടാതെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങ് പറയുന്നത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അങ്ങയുടെ വിടുതൽ കാണുമെന്നും ഞങ്ങളോട് അറിയിച്ചല്ലോ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജയം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.